ആരെയന്മാര് ഈ പേടിപ്പിക്കുന്നത്? ഇവനൊക്കെ ജമ്മു കാശ്മീരി കല്ലെറിഞ്ഞവനൊക്കെ ഇപ്പൊ എവിടാ? യാസിൻ മാലിക്കിന്റെ ഒക്കെ ചരിത്രം ഇവനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മലപ്പുറത്തുള്ളവന്റെ ഒക്കെ ഷോ ഓഫ് അവിടെ അവസാനം. ഗൗതമേ, അവിടെ വന്നിരിക്കുന്നതിൽ 100 പേരെങ്കിലും ഈ നീറ്റ് പരീക്ഷ എഴുതിയതാണ്. ഇല്ല. നീറ്റ് വിഷയത്തിനെതിരെ സമരം ചെയ്യുന്നതിന് എന്തിനാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്? സിമ്പിൾ ചോദ്യമാണ്. ഇവിടുത്തെ മലയാള മാധ്യമങ്ങളും ഈ പറഞ്ഞ സാംസ്കാരിക കുഴലൂത്ത് നായകന്മാരും ഇതിന് ഉത്തരം പറയട്ടെ. എത്രയോ ദിവസങ്ങളായി PSCയിലെ റാങ്ക് ഹോൾഡേഴ്സ് പട്ടിണി സമരം നടത്തുകയാണ്, മണ്ണ് വാരി തിന്നുകയാണ്. ഇവർ ഊതി വീർപ്പിച്ച കുറെ ബലിവുഡുകളുണ്ടല്ലോ. കന്നയ്യ കുമാർ ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ എവിടെയാണ്? ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മെവാനി, അൽപേഷ് ഠാക്കൂർ, ഇതിൽ ഈ പറഞ്ഞ 3 പേരിൽ 2 പേര് ഇപ്പൊ BJPയുടെ MLA. അവിടെയുള്ള ഒരു കാരണത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യമായി ഡൽഹി പോലീസ് ഇടപെടുന്നത്. ഒരു പോലീസുകാരനെ ആൾക്കൂട്ടം ആക്രമിക്കുമ്പോഴാണ് ഡൽഹി പോലീസ് ഇടപെടുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയെ ഷർട്ടിൽ വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടു. അതൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചർച്ചയായിട്ടില്ല. കശ്മീരിൽ ആ സമയത്ത് നമുക്ക് രജിസ്റ്റേണ്ടതാണ്ട് ഇതുപോലത്തെ ചരട് കെട്ടിക്കൊണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ചരട് കെട്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൈനികരും അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ ഇത് കെട്ടാൻ പാടില്ല. അവന്മാരെ അടിച്ചൊതുക്കിയ നേതാവിന്റെ പേരാണ് അമിത്ഷാ അല്ലെങ്കിൽ അജിത് ഡോവൽ എന്നൊക്കെ പറഞ്ഞു. ആ ടീമുകളെ താഴെ ഇറക്കാനാ മലപ്പുറത്തു നിന്ന് പോയിട്ട് അവിടെ അവങ്ങ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വലിയ തോതിലുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. അവിടെ നിരന്നു നിൽക്കുകയാണ് 100ഉം 200ഉം സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറുകാരും ഒക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പൊളിറ്റിക്കലായിട്ട് BJPക്ക് ഗുണം ചെയ്യും. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഗൗതം, ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന CJP എന്ന പാറ്റ സമരം, അപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദറിനെ അക്രമഭൂമിയായി കലാപഭൂമിയാക്കി നടത്തുന്ന ഒരു സമരം. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ജൻസികളെന്ന് പറയുന്ന ആ തലമുറയ്ക്ക് അറിയാമോ? എന്തിനാണ് സമരം? താങ്കൾക്ക് മനസ്സിലായോ എന്തിനാണ് സമരം? ഇല്ല രജിതേട്ട, അത് ഇവർക്ക് ആർക്കും ഇത് അറിയത്തില്ല എന്നുള്ളത്. കേരളത്തിലെ തന്നെ മാധ്യമങ്ങൾ ഈ ജന്തർ മന്ദറിൽ പോയി എടുത്തിരിക്കുന്ന ബൈറ്റ് ചേട്ടൻ ശ്രദ്ധിച്ചാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? കുളു മണാലി പോയ ആൾക്കാർ ജന്തർ മന്ദറിൽ വന്ന് സമരം ചെയ്യുകയാണ്. അപ്പൊ അവരോട് ജനൻ TV അല്ലല്ലോ, ജനൻ TVയുടെ ബൈറ്റ് അല്ല അത്. ഇപ്പൊ ജനമാണ് പറയുന്നതെങ്കിൽ പറഞ്ഞു പറയിപ്പിച്ചാന്നുള്ള വിമർശനം കുറെ പേര് ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിന് താഴെ വന്ന് പറയും. ഇത് മറ്റ് ചാനലുകൾക്കകത്ത് തന്നെ ഇവർ പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടി സമരം നടക്കുന്നു, എന്താണ് ഈ സമരത്തിന്റെ അജണ്ട, ഇതൊന്നും അറിയത്തില്ല. അപ്പൊ മലപ്പുറത്തു നിന്നൊക്കെ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഭരണം ഇല്ലാതാക്കണം, അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യും എന്ന് വീരവാദം പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ജന്തർ മന്ദറിൽ വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചേട്ടൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളും ഒക്കെ സ്വപ്നം കണ്ടതാണ്. കാരണം ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഈ കലാപം നടക്കുമ്പോൾ തന്നെ ഈ ജിഹാദികളും രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഇതൊക്കെ ഇന്ത്യയിലും നടക്കും, ഇതൊക്കെ ഡൽഹിയിലും നടക്കും, അങ്ങ് ആവേശം കൊള്ളുമായിരുന്നു. അപ്പൊ അവർ കരുതുന്നത് ഈ പാറ്റാ സമരവും മറ്റൊരു നേപ്പാളോ മറ്റൊരു ശ്രീലങ്കയോ ഒക്കെ നമ്മുടെ നാഷണൽ ക്യാപിറ്റലിലും ആവർത്തിക്കും എന്നൊക്കെ ഒരു മോഹം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ സേനാ സംവിധാനങ്ങളും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. കുറെ ആളുകൾ പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തിരുത്തരത്ത് എനിക്ക് മനസ്സിലായ കാര്യം അറിയോ, ഈ നേപ്പാളിലെ ഭരണാധികാരിയോ ബംഗ്ലാദേശിലെ ഭരണാധികാരിയോ ശ്രീലങ്കയിലെ ഭരണാധികാരിയോ പോലെയുള്ള ഒരു ഭരണാധികാരിയല്ല ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവന്മാരുടെ ഈ പരിപാടിയോ നടക്കില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. എനിക്ക് തമാശയായി തോന്നിയത്, ഒരു മലയാളിയോട് ചോദിച്ചു എന്തിനാ വന്നത്, അലി ഖാലിദ് അങ്ങനെ എന്തോ പേര്, വയനാട്ടുകാരൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി ഇവന്റെ ഒരു നിലവാരം ഞാൻ മനസ്സിലാക്കിയത്, അത് ഖുറാനിൽ ചില സൂക്തങ്ങൾ പറയുന്നുണ്ട്. 6-ാം നൂറ്റാണ്ട് ലോകത്തിന്റെ അവസാനം പാറ്റകളിലൂടെയാണ്. അപ്പോൾ CJPയും പാറ്റയും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് ഇത് ലോകാവസാനമാണെന്ന് കണക്കാക്കി ഞാൻ ഇവിടെ വന്നു. ഇവന്റെ ബോധം എന്താണെന്ന് 21 ലക്ഷത്തോ മുതൽ 22 ലക്ഷം പേര് വരെ എഴുതിയ ഒരു പരീക്ഷയാണ്. ഗൗതമേ, അവിടെ വന്നിരിക്കുന്നതിൽ 100 പേരെങ്കിലും ഈ നീറ്റ് പരീക്ഷ എഴുതിയവരുണ്ടോ? ഇല്ല. ഗൗതം പറഞ്ഞതാണ് എനിക്ക് രസകരമായിരുന്നത്. കസോളിൽ ഞങ്ങൾ ടൂറിന് വന്നതാണ്, അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടർ, അത് കഴിഞ്ഞ ദിവസം നമ്മളത് റൈറ്റ്സിൽ പറഞ്ഞതുമാണ്. ഈ പറയുന്ന റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നു, ഞങ്ങൾ വന്നു. അപ്പോൾ ഒരുത്തൻ ഇടയിൽ കയറി പറയുകയാണ്, നരേന്ദ്രമോദി രാജിവെക്കും. പണ്ട് സിനിമയിൽ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി രാജിവെക്കണം. പ്രധാന്റെ രാജി കൊണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജി കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കില്ല, നരേന്ദ്രമോദി രാജിവെക്കണം. അതിനുശേഷം ആ ഒരു റിപ്പോർട്ടറുടെ ഒരു ഭയങ്കരമായ ഒരു കോരിത്തരിച്ചുള്ള മറ്റേ P2C ഉണ്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്നൊക്കെ ഇവന്മാർ പറഞ്ഞു. ഇവന്മാർ ആരെ പറ്റി പറയുന്നത്? ഇവന്മാർക്ക് കാശ്മീരി കല്ലെറിഞ്ഞവന്മാരെ പറ്റി ഇവന്മാർക്ക് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. അതായത് ഈ മലപ്പുറത്തുള്ളവനൊക്കെ കരുതേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം രഞ്ജിത്തേട്ടാ, ഇവന്മാരുടെയൊക്കെ മറ്റേ വലിയ ബാപ്പാമാരായിരുന്നു ഈ കാശ്മീരിലുള്ളവന്മാർ. മറ്റേ ജനിക്കുമ്പോൾ തന്നെ AK-47 ഒക്കെ വെച്ച്
അല്ലെങ്കിൽ ഇപ്പം അവരുടെ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആകാശത്തേക്ക് വെടിപൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്നത് അഫ്ഗാനിലൊക്കെ കാണുന്നത് പോലെ ഇന്ത്യൻ സൈന്യത്തെ കല്ലുവെറുക്കി എറിയുക. ഞാൻ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്ന ആ സമയത്തും അതിന് മുൻപും കശ്മീരിൽ പോയിട്ടുള്ള ആളാണ്. കശ്മീരിൽ ആ സമയത്ത് നമുക്ക് രജിതേട്ടതാണ്ട് ഇതുപോലത്തെ ചരട് കെട്ടിക്കൊണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അന്നത്തെ സമയമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചരട് കെട്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൈനികരും അല്ലെങ്കിൽ അവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ തന്നെ പറയും നിങ്ങൾ ഇങ്ങനത്തെ ഇത് കെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് ഐ ഡി ഉണ്ടല്ലോ, 2019 മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ മൈക്ക് ഐ ഡി എടുത്ത് നമുക്ക് കശ്മീരിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ അന്തരീക്ഷം അന്ന് എന്തായിരുന്നു നോക്കിക്കോളണം. ഈ ജിഹാദികള് പാകിസ്ഥാനിലൊക്കെ കാണുന്ന പോലത്തെ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവന്മാരെ അടിച്ചൊതുക്കിയ നേതാവിന്റെ പേരാണ് അമിത്ഷാ അല്ലെങ്കിൽ അജിത് ഡോവൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ടീമുകളെ താഴെ ഇറക്കാനാ മലപ്പുറത്തു നിന്ന് പോയിട്ട് അവിടെ അങ്ങ് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആരെയന്മാര് ഈ പേടിപ്പിക്കുന്നത്? ഇവനൊക്കെ ജമ്മു കാശ്മീരി കല്ലെറിഞ്ഞവനൊക്കെ ഇപ്പൊ എവിടാ? യാസിൻ മാലിക്കിന്റെ ഒക്കെ ചരിത്രം ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മലപ്പുറത്തുള്ളവന്റെ ഒക്കെ ഷോ ഓഫ് അവിടെ അവസാനിക്കും. തീർച്ചയായും. അല്ല, ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒന്ന് തിരിച്ചറിവില്ല എന്നുള്ള കാര്യം, മറ്റൊന്ന് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമുണ്ട്. ധാക്കയിൽ പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിൽ ധാക്കയിലെ അവരുടെ പാർലമെന്റിന് മുന്നിൽ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം നേതാക്കൾ പറഞ്ഞത് അടുത്തത് ഡൽഹി, ഡൽഹി പൊട്ടാൻ പോകുന്നു, ഞങ്ങൾ ഇതാ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യയെ ഞങ്ങൾ അസ്ഥിരപ്പെടുത്തും, ആ മോദി എന്ന് പറയുന്ന ഭരണാധികാരി താഴെ ഇറക്കും. ഒന്നും പറഞ്ഞില്ല. അന്ന് ധാക്കയിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളിൽ എന്താ ചെയ്ത്? ഹിന്ദുക്കളെ, നിഷ്കരുണം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടു എന്നുള്ളതാണ്. അവിടെ ജനകീയ പ്രക്ഷോഭമൊന്നും അല്ല നടന്നത്, അവിടെ ഹിന്ദുക്കളെയും സന്യാസിമാരെയും മാത്രം ലക്ഷ്യമിട്ടു. ഒടുവിൽ ഇന്ത്യയിലെ വലിയ പ്രസ്ഥാനമായ RSS പറഞ്ഞു നിർത്തിക്കോ, വേറെ ഒന്നും ചെയ്തില്ല, നിർത്തിക്കോ. ഇന്ത്യയുടെ ഗവൺമെന്റ് പോലുമല്ല പറഞ്ഞത്, ശരിയല്ല ഞാൻ പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അവിടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അടുത്ത മണിക്കൂറുകളിൽ പതിയെ അത് അവസാനിച്ചു. ഞാൻ പറഞ്ഞ അതുപോലെയുള്ളൊരു സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് ഇവിടെ. രണ്ട്, കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ, പറയേണ്ട വാക്കതല്ല, ഞാൻ അത് ഈ ഫ്ലോറിൽ ഉപയോഗിക്കുന്നത്, കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ ഇതിനെ ഊതിപ്പെരിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ സാമൂഹ്യ നിരീക്ഷകന്മാർ, പിന്നെ സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ നടിക്കുന്നവന്മാർ ഈ കൊടുക്കുന്ന പിന്തുണ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ്? കഴിഞ്ഞ ദിവസം ഒരു മഹാനടൻ CJP പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് എഴുതി, പിന്നെ ഒരു അവതാരിക, ഇങ്ങനെ കുറെ സിനിമാ താരങ്ങൾ, ടൊവിനോ, ഞാൻ പേര് പറയാം, ടൊവിനോ തോമസ്, ഇയാളൊക്കെ തിരുവനന്തപുരത്ത് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങളായി PSCയിൽ റാങ്ക് ഹോൾഡേഴ്സ് പട്ടിണി സമരം നടത്തുകയാണ്, മണ്ണ് വാരി തിന്നുകയാണ്. ഞാൻ പറഞ്ഞത് എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം അല്ലേ? പച്ച മണ്ണ് വാരി തിന്ന സമരം നടത്തുകയാണ്, അവർ കൈകൂപ്പി സമരം നടത്തുകയാണ്. ഇതിനൊക്കെ തിരിഞ്ഞു നോക്കാത്തവന്മാർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് 10 അടി നടന്നാൽ എത്താവുന്ന ദൂരേ ഉള്ളൂ ഈ പറഞ്ഞ സമരപന്തലിലേക്ക്. ഈ വിഷ്ണുനാഥ്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു വിഷ്ണുനാഥ്, ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജന്തർ മന്ദറുള്ള സമരത്തിന്റെ ഇടയിലേക്ക് പോകാൻ എന്തൊരു ആവേശം ആലോചിക്കണം. സത്യം, ഈ തിരിഞ്ഞു നോക്കാത്ത കാര്യം പറഞ്ഞപ്പോഴാ എനിക്കിപ്പോഴും രഞ്ജിത്തയുടെ അത്ഭുതം എന്ന് പറയുന്നത്, ഈ പ്രിയങ്ക വാദ്ര വയനാട് ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത് കേരളത്തിലൊരു ചർച്ചാ വിഷയം അല്ല എന്നുള്ളതാണ്. അതായത് വയനാട് ഇത്ര വലിയൊരു മഹാദുരന്തം ഉണ്ടാകുന്ന വേളയിൽ സ്ഥലം MP പ്രിയങ്ക വാദ്രയാകട്ടെ, മുൻ MP ആയിട്ടുള്ള രാഹുൽ ആകട്ടെ, ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത് കേരളത്തിൽ വാർത്തയാകുന്നില്ല. എന്നിട്ട് ഇതേ പ്രിയങ്ക വാദ്രയും ഇതേ രാഹുൽ ഗാന്ധിയും ഒരു നാണവും ഉളുമ്പുമില്ലാതെ ഡൽഹിയിൽ പോയി പാറ്റകളുടെ കൂടെ കയറിയിട്ട് അതും ഇതും കാണിക്കുകയാണ്. അപ്പം അത് ചോദിക്കാനുള്ളൊരു അന്തസ്സ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടാവണ്ടേ? നിങ്ങൾ സ്വന്തം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായി, ആളുകൾ മരണപ്പെട്ടിട്ട് നിങ്ങൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പാറ്റകളുടെ പരിപാടിക്ക് മാത്രം വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം കേരളത്തിലെ കുഴലൂത്ത് മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവരെ പ്രൈസ് ചെയ്തുകൊണ്ട് രാഹുലും പ്രിയങ്കയും എന്തോ മഹാസംഭവം കാണിക്കാൻ പോകുന്നു. അപ്പൊ രഞ്ജിതേടൻ പറഞ്ഞത് തന്നെയാണ്, ഇവരിതങ്ങ് ഊതി വീർപ്പിക്കുകയാണ്. ഇവർ ഊതി വീർപ്പിച്ച കുറെ ബലൂണുകളുണ്ടല്ലോ, കന്നയ്യകുമാർ ഇപ്പൊ എവിടെയാ? ഇപ്പൊ അഭിജിത്ത് ദീപ്കയും ഊതി വീർപ്പിക്കാൻ നടക്കുന്ന മലയാള മാധ്യമങ്ങൾ ഒരു സമയത്ത് ഊതി വീർപ്പിച്ചതാണ് ഈ കന്നയ്യകുമാർ. അതുപോലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് 1-2 ടീമുകളുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മെവാനി, അൽപേഷ് ഠാക്കൂർ, ഇതിൽ ഈ പറഞ്ഞ 3 പേരിൽ 2 പേര് ഇപ്പൊ BJPയുടെ MLA മാരാണ്. അപ്പൊ ഇവരെല്ലാ കാലഘട്ടങ്ങളിലും ഇല്ലാത്ത
കാര്യങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് ഒരു മൂഢമായ സ്വപ്നലോകത്തിൽ ഇവർ ജീവിക്കുകയാണ്. ഇവരുടെ ആഗ്രഹമാണ് ഇതൊക്കെ. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ വാർത്തകൾ അടിച്ചുവിടുന്നതാണ്. എനിക്കത് തോന്നിയിട്ടുള്ളത്. മലയാളം മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലി ഞാൻ ഒരു തവണ റൈറ്റ് സൈഡിലും പറഞ്ഞതാണ്. അതായത് ആങ്കർമാരും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ആങ്കർമാർ ഈ സമരത്തെ വാഴ്ത്തിപ്പാടുന്ന സമയത്ത് ഇതേ ആങ്കർമാരുടെ കീഴിൽ പണിയെടുക്കുന്ന റിപ്പോർട്ടേഴ്സ് അവിടെ മേടിക്കുകയാണ്, പാറ്റകളുടെ മേടിച്ച് പരിക്കേൽക്കുകയാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഫ്ലോറിൽ നിന്നിട്ട് പാറ്റകളെ ആങ്കർമാർ വാഴ്ത്തിപ്പാടുന്ന അതേ സമയത്ത് തന്നെ ഇതേ ചാനലുകളുടെ റിപ്പോർട്ടർമാർ ജന്തർ മന്ദിറിൽ മേടിച്ച് കിടക്കുന്നു. അവിടെ തന്നെ വൈരുദ്ധ്യം ഉണ്ടാവുകയല്ലേ? തീർച്ചയായും. ഇല്ല, മറ്റൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയത് മലയാള മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള മോദി വിരോധമാണ്. ഇത് വേറെ ഒന്നുമില്ല. ഈ മോദി വിരോധം ആണ് പാകിസ്ഥാനുള്ളത്, മോദി വിരോധമാണ് ലോകത്തിലുള്ള ഇസ്ലാമിക ശക്തികൾക്കുള്ളത്, അവരോടൊപ്പം ആ മോദി വിരോധമാണ് കോൺഗ്രസിനുള്ളത്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനുള്ളത്. ഇതേ ശ്രേണിയിൽ തന്നെയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും. ഞാൻ ചോദിക്കട്ടെ, എത്രയോ വിഷ്വൽസ് ആ സമരവുമായി ബന്ധപ്പെട്ട അക്രമത്തിന്റെ പുറത്തു വന്നു. ഈ കേരളത്തിൽ ജനം ടി വി അല്ലാതെ മലയാളത്തിൽ മറ്റ് അപൂർവ ചില ഓൺലൈൻ മീഡിയകളല്ലാതെ ആരാണത് കാണിച്ചിട്ടുള്ളത്? ഈ അത്തരം ചില വിഷ്വലുകൾ ചില ദേശീയ മാധ്യമങ്ങൾ പുറത്ത് വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഏകപക്ഷീയമായ അക്രമമായി മാറിയനെ. പോലീസിനെ അതിക്രമിച്ചത് കൊണ്ട് അവിടെയുള്ള ഒരു കാരണത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീ കത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യമായി ഡൽഹി പോലീസ് ഇടപെടുന്നത്. ഒരു പോലീസുകാരനെ ആൾക്കൂട്ടം ആക്രമിക്കുമ്പോഴാണ് ഡൽഹി പോലീസ് ഇടപെടുന്നത്. ഒരു മാധ്യമ പ്രവർത്തകയെ ഷർട്ടിൽ വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടു. അതൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചർച്ചയായിട്ടില്ല. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ഒരു മാധ്യമപ്രവർത്തകരെ തോളിലും തൊട്ടതിന്റെ പേരിൽ ഇവിടെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ എന്തുമാത്രം പ്രക്ഷോഭം നടത്തിയതാണ് കേരളത്തിലെ മാധ്യമ സിംഗങ്ങളൊക്കെ രംഗത്തിറങ്ങിയത്. ഏതെങ്കിലും കേരളത്തിലെ ഒരു ആക്ടിവിസ്റ്റ്, വനിതാ ആക്ടിവിസ്റ്റ് ഒരു അക്ഷരം പ്രതികരിച്ചു? ഒരു വനിതാ മാധ്യമപ്രവർത്തക ദേശീയ ചാനലിലെ ഒരു പോലീസുകാരിയെ വലിച്ചിഴച്ചു, ഒരു പോലീസുകാരിയെ. അപ്പോൾ ഈ ക്രൂരതകളൊക്കെ കാണിക്കുമ്പോൾ ഇവർ കണ്ണടക്കി. ഇവരുടെ ഒറ്റ കാഴ്ചയേ ഉള്ളൂ, മോദിയെ താഴെ ഇറക്കുക. അതിന് ഏതു വൃത്തികെട്ടവന്റെ കൂടെയും ഏതു തീവ്രവാദിയുടെ കൂടെയും ലോകത്തെ എത്ര വലിയ ഭീകരവാദിയുടെ കൂടെയും കൂട്ടുചേരാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒരു ഉളുപ്പുമില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയം കുറിച്ചും ഞാൻ അവസാനിപ്പിക്കും. വേറൊന്നുമല്ല, നാണമുണ്ടോ ഈ കോൺഗ്രസ്? സ്വന്തമായി 100 പേരെ ജന്തർ മന്ദറിൽ അണിനിരത്തിയിട്ട് പറയാണ് നരേന്ദ്രമോദി താഴെ ഇറങ്ങണം, അല്ലെങ്കിൽ മോദി മുർദാബാദ് എന്ന് അന്തസ്സായിട്ട് വിളിക്കാൻ കഴിയുമല്ലോ ഈ പറയുന്ന പറ്റില്ലേ? 100 പേരെ, അതിന് അന്തസ്സുണ്ട്. അല്ല, വല്ലവന്റെ ഇലയിട്ട് വിളമ്പലിൽ പോയി എച്ചിൽ വാരി തിന്നുന്ന പണി ഒരിക്കലും കോൺഗ്രസിന് നല്ലതല്ല, രാഹുൽ ഗാന്ധിക്ക് നല്ലതല്ല. ഇതൊരു വളരെ മോശമായി. ഒരു കാര്യം കൂടെ, വലിയ തോതിലുള്ള ഫണ്ടിങ് ഇന്നിപ്പോ എനിക്കൊരു ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, വലിയ തോതിലുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. അവിടെ നിരന്നു നിൽക്കുകയാണ് 100ഉം 200ഉം സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറുകാരും ഒക്കെ. ഏത് ഭക്ഷണം വേണമെങ്കിലും കൊടുക്കാം, ഏത് വെള്ളം വേണമെങ്കിലും കൊടുക്കാം, ഏത് ബർഗർ വേണമെങ്കിലും കൊടുക്കാം. ഇതൊക്കെ ഓർഡർ ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വൻതോതിൽ ഫണ്ടിങ് വരുന്നുണ്ട് ഗൗതം. ഇതിന് വൻതോതിൽ ഫണ്ടിങ് വരുന്നത് ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ. ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുന്നു, മറ്റു ചിലർ മറ്റ് ശ്രമങ്ങൾ നടത്തുന്നു. ഇത് ഉപരിപ്ലവമായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഉറപ്പാണ്. കാരണം 2014 ശേഷം പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ ചേട്ടാ. പുതിയ ഇന്ത്യ 2014 ശേഷം സമസ്ത മേഖലയിലും ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു എന്താണെന്ന് ലോകത്തിന് മുന്നിൽ ഒരു ബ്രാൻഡായിട്ട് നമ്മുടെ രാഷ്ട്രം മാറുകയാണ്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ മുമ്പ് കണ്ടിട്ടില്ല. ഇത് കോൺഗ്രസ്സുകാർ വരെ രഹസ്യമായിട്ട് സമ്മതിക്കുന്നതാണ്. മുമ്പ് ഏത് പ്രധാനമന്ത്രിയാ നരേന്ദ്രമോദിയുടെ അത്രയും സ്വീകാര്യത ഭാരതത്തിനകത്തും പുറത്തും ലഭിച്ചിട്ടുള്ളത്? അങ്ങനെ ലഭിച്ചിട്ടില്ല. അപ്പൊ എന്താണ് പ്രശ്നം? ചേട്ടൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഒരു വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ഇനിയും ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണുമൊക്കെ ഭാരതം നടത്തുന്ന ഇടപെടലിൽ ഇവിടെ അസ്വസ്ഥരാണ്. ആരാണ് അസ്വസ്ഥർ? ഒന്ന് ജിഹാദികളാണ്. ജിഹാദികൾ അസ്വസ്ഥരാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സങ്കല്പം 2047 ആകുമ്പോൾ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പണിപ്പുരയിലാണ് അവന്മാരൊരു ഭാഗത്ത്. ഈ സിഖ് ഭീകര സംഘടനകൾ, ഖാലിസ്ഥാൻവാദികൾ, തീവ്ര ഇടത് സംഘടനകൾ, ലോകത്തെല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു കൂട്ടർ, അവരെന്നും ദേശീയതയ്ക്കെതിരാണ്. ഈ 3 കൂട്ടരാണ് പ്രധാനമായിട്ടും ഈ CJPയുടെ പിന്നിൽ അണിനിരന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 2021 കർഷക സമരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതും ഈ പറയുന്ന ജിഹാദികളും ഖാലിസ്ഥാനികളും ഈ പറയുന്ന തീവ്ര ഇടതുപക്ഷക്കാരുമാണ്. അതിനു മുമ്പ് CAAയുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയതും ഇതേ ആളുകളാണ്. അതേ കഥാപാത്രങ്ങൾ തന്നെ നോക്കൂ, ഇപ്പൊ 2026 വീണ്ടും ഡൽഹിയിൽ വന്ന് അണിനിരക്കുകയാണ്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പൊളിറ്റിക്കലായിട്ട് BJPക്ക് ഗുണമേ ചെയ്തു. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പൊതുസമൂഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ബോധത്തിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരായ വിധിയെഴുത്താണ് പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നത്. ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ കർഷക സമരം നടന്ന ഹരിയാനയിൽ എന്താ സംഭവിച്ചത്?
കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ബി ജെ പി എന്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു? അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആന്റി നാഷണൽ ഫോഴ്സസ് ബി ജെ പിക്ക് പൊളിറ്റിക്കലി ഗുണം ചെയ്യുകയാണ്. സ്വാഭാവികമാണ്. കാരണം ബി ജെ പിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവന്മാർ ഈ കാണിക്കുന്ന പേക്കൂത്ത്, ഇവന്മാർ ഈ കാണിക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനം ഈ രാജ്യത്തെ പൊതുസമൂഹം നേരിൽ കാണുന്നു, ടി വിയിലൂടെ കാണുന്നു, റേഡിയോയിലൂടെ അവരത് കേൾക്കുകയാണ്. ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾ ഇവന്മാർക്ക് എതിരാണ്. ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയമായിട്ട് വീണ്ടും ഗുണം ചെയ്യും. എനിക്കങ്ങനെ തോന്നുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതാണല്ലോ കേരളത്തിൽ നേടിച്ചത്. കേരളത്തിലും ഉണ്ടായല്ലോ. കേരളത്തിൽ ഇത്രയും വലിയ എന്താ പറയുന്ന ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുമ്പോഴും കേരളത്തിൽ ഒന്നിൽ നിന്ന് ബി ജെ പി 3 സീറ്റിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഇവർ നടത്തുന്ന പ്രചരണത്തിന്റെ വേറൊരു ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് പോയ ഒരുത്തൻ പറയുന്നത് കേരളത്തിൽ 3 സീറ്റ് ഇപ്പോൾ നേടി, ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളവും ഡൽഹി പോലെ ആവുമെന്ന്, ജന്തർ മന്തർ പോലെ ആവുന്നു. അപ്പോ ഇത് സ്വാഭാവികമായും രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വളരെ നേട്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തേക്കൊന്നും രാഹുൽ ഗാന്ധി തച്ചു വെച്ച ഉടുപ്പ് പുറത്തെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എനിക്ക് പറയാനുള്ളത്. പറയുന്ന വാക്ക് ശരിയല്ല. പറയാം, ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. എന്നിട്ടാണ് ഇവന്മാരുടെ ഈ പാറ്റകളെ കണ്ടിട്ട് ഇതാണ് കൃത്യമായി ബി ജെ പിയുടെ നേതൃത്വം തന്നെ പറയുന്നത്. പിന്നെ സ്വാഭാവികമായും ഇതിന് പിന്നിലെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം, ഇതിന് പിന്നിലെ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലൊക്കെ തന്നെ സാധാരണ ജനം കാണുന്നുണ്ട്. ജനം ഓരോ ദിവസവും കഴിയുന്തോറും ഇതിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം രഞ്ജിതയുടെ വേറൊരു സംഭവം, എൻ്റെ അടുത്ത് ഇപ്പോൾ പല സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ഈ പാറ്റ സമരം വിജയിക്കുമോ, നമ്മുടെ ബി ജെ പി സർക്കാർ താഴെ പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെ, ഇത് CAA-യും കർഷക സമരം ഇങ്ങനത്തെ ഒരുപാട് ഊതി വീർപ്പിച്ച ബലൂണുകളെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഞാൻ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ സർക്കാർ ഇന്ത്യയിൽ ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയോ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു നേതാവ് ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു അമിത്ഷാ ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു യോഗി ആദിത്യനാഥ് ഇല്ലായിരുന്നുവെങ്കിൽ, ഇല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. ഇത് ബംഗ്ലാദേശും ശ്രീലങ്കയും 47 കാത്തു നിൽക്കണ്ട, 2027 തന്നെ ശരിയത്ത് ഭരണം വന്നേ ഉറപ്പായിട്ട്. കാരണം ഈ അക്രമികൾ ഇത്രയും ക്രൂഡായിട്ട് പെരുമാറുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയ്ക്ക് ഉണ്ട്. ഇത്രയും ക്രിമിനൽസ്, ഇത് വിദ്യാർത്ഥികളൊന്നുമല്ല. അവിടെ വന്നേക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെ വിദ്യാർത്ഥികൾ എന്ന് പറയാൻ പറ്റുന്നത്? അവിടെ ഉയർന്ന മുദ്രാവാക്യം ഇന്ത്യൻ ആർമിക്കെതിരെ, നീറ്റ് വിഷയത്തിൽ സമരം ചെയ്യുന്നവന് എന്തിനാണ്, എന്റെ ഒറ്റ ചോദ്യം, നീറ്റ് വിഷയത്തിനെതിരെ സമരം ചെയ്യുന്നവന് എന്തിനാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്? സിമ്പിൾ ചോദ്യമാണ്. ഇവിടുത്തെ മലയാള മാധ്യമങ്ങളും ഈ പറയുന്ന സാംസ്കാരിക കുഴലൂത്ത് നായകന്മാരും ഇതിന് ഉത്തരം പറയട്ടെ. എന്തിനാണ് ഇന്ത്യൻ പട്ടാളത്തെ, എന്തിനാണ് ഈ പറയുന്ന സമരം ചെയ്യുന്ന ആളുകൾ, എന്തിനാ അവരെ ഇന്ത്യൻ പട്ടാളത്തെ പറഞ്ഞു? എന്തിന് മാധ്യമ പ്രവർത്തകരെ ചേട്ടൻ മുമ്പേ പറഞ്ഞ പോലെ കഴുത്തിന് പിടിച്ച് ഇത് ചെയ്യുന്നു, സൈനികരെ കൊല്ലാൻ ശ്രമിക്കുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമരത്തിന്റെ സ്വഭാവം വേറെയാണ്. ഇത് ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഇടത് സംഘടനകളും ഒക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ.